പ്രകടന പത്രിക എന്നൊരു സംഭവം, മാനിഫെസ്റ്റോ എന്ന് പറയും അല്ലെ. എല്ലാ പാർട്ടിക്കാരും അവർ പ്രോമിസ് ചെയ്യുന്ന അവരുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കും. മറ്റ് പൊളിറ്റിക്സോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളോ സംസാരിക്കുന്നതിന് പകരം നമ്മുടെ കഴിഞ്ഞ മാനിഫെസ്റ്റോയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് CM നിന്ന് നേരിട്ട് കേൾക്കാം. നമ്മുടെ മാനിഫെസ്റ്റോന്റെ ഒരു റിവ്യൂ നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് കേരളത്തിലാണ്. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വൻപിച്ച മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല നിലക്ക് വികാസം പ്രാപിച്ചിരിക്കുകയാണ്. വ്യാവസായിക രംഗത്തിന്റെ അഭിവൃദ്ധി കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. സ്ഥാപനങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുക. പച്ചക്കറി ഉൽപ്പാദനത്തിലൊക്കെ എത്രയോ ഇരട്ടി വർധനമാണ് ഉണ്ടായത്. തനത് നികുതി വരുമാനം നല്ല തോതിൽ വർദ്ധിപ്പിക്കാനായി. ഇത്ര അധികം കാര്യങ്ങൾ നമ്മൾ അതിശക്തമായിട്ട് ചെയ്തിട്ടും നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മുഴച്ചു നിൽക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പോകുന്നത്, എന്തുകൊണ്ടാണ് ചിലവുകൾ കൂടുന്നു എന്നുള്ളത്. സ്ഥലമില്ലായ്മ, ലാൻഡിന്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പലരും പറയപ്പെടുന്നുണ്ട്. കടം എന്നുള്ളത് ഒരു വളരെ വലിയ വിഷയമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. ഒന്നുകൂടി ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. കഴിഞ്ഞ ഒരു 5 വർഷം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 10ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു?